അനധികൃതമായി ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 37 ലക്ഷം രൂപയുമായി ഒരാൾ റെയിൽവേ സ്റ്റേഷൻ പോലീസിന്റെ പിടിയിൽ. ചെന്നൈയിൽ നിന്നും വരുന്ന ചെന്നൈ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച പണമാണ് പിടികൂടിയത്. 37 ലക്ഷം രൂപയാണ് പത്തനാപുരം കുണ്ടയം സ്വദേശി ഷാവുൽ ഹമീദിന്റെ കയ്യിൽ നിന്നും പുനലൂർ റെയിൽവേ സ്റ്റേഷൻ പോലീസിന്റെ പിടിയിലാകുന്നത്. കടത്തിക്കൊണ്ടുവന്ന പണത്തിന്റെ ഉറവിടമോ മറ്റ് രേഖകളോ ഹാജരാക്കാൻ ഷാവുൽ ഹമീദിന് സാധിച്ചിട്ടില്ല. സമാനമായി ബാംഗ്ലൂരിൽ നിന്നും പണം കടത്തി കോട്ടയം തലോലപ്പറമ്പിൽ വെച്ച് പിടിക്കപ്പെട്ടതിന് ഇൻകം ടാക്സ് കേസ് നിലവിലുണ്ട് എന്ന് ചോദ്യം ചെയ്യലിൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് SHO പറഞ്ഞു. അന്യസംസ്ഥാനത്ത് നിന്നും അടുത്ത കാലത്ത് കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗം മൂലമുള്ള അക്രമങ്ങൾ കൂടിയ പശ്ചാത്തലത്തിൽ റെയിൽവേ വഴിയുള്ള മയക്കുമരുന്ന് കടത്തൽ തടയുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിലെല്ലാം കർശനമായ പരിശോധന നടത്തി വരികയാണ്. തൽഫലമായി ഇന്നലെ വൈകിട്ട് മുതൽ പുനലൂർ റെയിൽവേ പോലീസും മധുര RPF ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ കുഞ്ഞുമോൻ്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ ട്രെയിനുകൾ പരിശോധന നടത്തി. ഇന്ന് വെളുപ്പിന് ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ പരിശോധന നടത്തി വരവെ അതിലെ S7 ബോഗിയിൽ യാത്ര ചെയ്തിരുന്ന ഒരാൾ പോലീസിനെ കണ്ട് പരിഭ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അയാളുടെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിനകത്ത് ബാഗിൻ്റെ മേളിൽ വാച്ചിൻ്റെ സ്പെയർ പാർട്സും കണ്ടു. തുടർന്ന് അത് വിശദമായി എല്ലാ സാധനങ്ങളും എടുത്ത് പരിശോധിച്ചപ്പോൾ ബാഗിനടിയിൽ 500-ൻ്റെ നോട്ട് കെട്ടുകളാണ് കണ്ടത്. അത് അയാളോട് ചോദിച്ചപ്പോഴത്തേന് ചെന്നൈയിൽ നിന്ന് കൊണ്ടുവരികയാണ് എന്നാണ് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് രേഖകളോ മറ്റ് ഒന്നും പുള്ളിയുടെ കയ്യിൽ ഇല്ലായിരുന്നു. തുടർന്ന് അയാളെ പുനലൂർ ട്രെയിനിൽ നിന്ന് ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴത്തേന് അത് 37 ലക്ഷത്തിലധികം പൈസ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ച് അയാൾക്ക് വ്യക്തമായി ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അയാൾ പത്തനാപുരം സ്വദേശിയാണ് എന്നാണ് നമുക്ക് അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളത്. ഇയാളെ സംബന്ധിച്ച് ഇയാൾ തലയോലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു 3 മാസത്തിന് മുമ്പ് ഇതുപോലൊരു സെയിം ഇൻസിഡൻറ്റിൽ അറസ്റ്റിലായ വ്യക്തിയാണ്. അന്ന് എക്സൈസ് പുള്ളിയുടെ കയ്യിൽ നിന്ന് 1,12 ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തത്, അനധികൃതമായി കടത്തിക്കൊണ്ടുവന്നത്. അതുപോലെയാണ് ഇന്നലെയും സംഭവിച്ചത്. ഈ പൈസ ആര് കൊടുത്തുവിട്ടു എന്നും ആർക്ക് കൊടുക്കാനാണ് ഉള്ളതെന്നും സംബന്ധിച്ച് വിശദമായ അന്വേഷണം തന്നെ നടത്തേണ്ടതുണ്ട്. ഇത് നമ്മൾ കോടതി മുഖാന്തരം ട്രഷറിയിൽ സൂക്ഷിക്കുന്നതിനും തുടർന്ന് ഇൻകം ടാക്സിനെയും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളെയും അറിയിക്കുകയും ചെയ്യുന്നു. അന്യസംസ്ഥാനത്തു നിന്നും ട്രെയിനിൽ വൻതോതിൽ ലഹരി പദാർത്ഥങ്ങളും കുഴൽപ്പണവും എത്തുന്നതായി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന റെയിൽവേ പോലീസ് മേധാവി അരുൾ RSP കൃഷ്ണ IPSന്റെ നിർദ്ദേശപ്രകാരം പുനലൂർ റെയിൽവേ പോലീസ് SHO G ശ്രീകുമാർ, SIമാരായ ശ്രീകുമാർ MS, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മനു, സവിൻ, രതീഷ്, ദീപു, സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ മോഹൻ, വിശാഖ്, സുഭാഷ്, RBF മധുരൈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ കുഞ്ഞുമോൻ എന്നിവരടങ്ങിയ സംഘം ട്രെയിനിൽ പരിശോധന നടത്തുന്നതിനിടയിൽ ആണ് പ്രതി പിടിയിലാകുന്നത്. കഴിഞ്ഞില്ലേ